ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും HSA ഇംഗ്ലീഷിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു പ്രത്യേക തയ്യാറെടുപ്പാണ് ഇന്ന് വിൻസ്പയറിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കേരള PSC ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഉൾപ്പെടുത്തിക്കൊണ്ട് പലതരത്തിലുള്ള എക്സാംസ് നടത്താറുണ്ട്. HSST, അതേപോലെ ലെക്ചർ എക്സാംസ്. ഇത്തരം പരീക്ഷകളിലെയും കേട്ടറ്റ്, സെറ്റ്, നെറ്റ് പരീക്ഷകളിലെയും നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് മുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലെക്ചർ ഇൻ ഇംഗ്ലീഷ് 2014 നടത്തിയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ HSA സിലബസ് പ്രകാരം ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠഭാഗത്തിൽ നിന്ന് മാത്രമാണ് നമ്മൾ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ഹു കോൾഡ് മിൽട്ടൺ ഗോഡ് ഗിഫ്റ്റഡ് ഓർഗൻ വോയിസ് ഓഫ് ഇംഗ്ലണ്ട്? മിൽട്ടനെ കുറിച്ച് ഗോഡ് ഗിഫ്റ്റഡ് ഓർഗൻ വോയിസ് ഓഫ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിന് ദൈവം സമ്മാനിച്ച ഓർഗൻ വോയിസ് ആണ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സോ ജോൺ മിൽട്ടൻ്റെ പോം നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ ടെന്നീസൺ ആണ് കേട്ടോ. ആൽഫ്രഡ് ടെന്നീസൺ ആണ് മിൽട്ടനെ കുറിച്ച് ഗോഡ് ഗിഫ്റ്റഡ് ഓർഗൻ വോയിസ് ഓഫ് ഇംഗ്ലണ്ട് എന്ന് വിശേഷിപ്പിച്ചത്. ടെന്നീസൺ മിൽട്ടൺ എന്ന പേരിൽ തന്നെ ഒരു പോം എഴുതിയിട്ടുണ്ട്. ആ ഒരു പോമിലാണ് ഇത്തരത്തിലുള്ളൊരു വിശേഷണം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. ദ പാത്സ് ഓഫ് ഗ്ലോറി ലീഡ് ബട്ട് ടു ദ ഗ്രേവ്. ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു എലിജിയിലാണ്. ഏത് എലിജിയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു എലിജിയാണ്. എലിജി റിട്ടേൺ ഇൻ കൺട്രി ചർച്ച് യാർഡ്. എലിജി റിട്ടേൺ ഇൻ കൺട്രി ചർച്ച് യാർഡ് എന്ന് പറയുന്ന എലിജിയിലാണ്. ആരാണത് എഴുതിയെന്ന് പറയേണ്ടതില്ലല്ലോ. തോമസ് ഗ്രേ എഴുതിയിട്ടുള്ള എലിജി റിട്ടേൺ ഇൻ കൺട്രി ചർച്ച് യാർഡ്. സെറ്റല്ലേ? സോ നമ്മൾ ക്വസ്റ്റ്യനും ഉത്തരവും മാത്രം പറഞ്ഞാണ് പോകുന്നത്. ഒരുപാട് എക്സ്പ്ലനേഷൻ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാം. ദെൻ നമ്മുടെ സിലബസ് പ്രകാരം ഷേക്സ്പിയറിൻ്റെ സോണറ്റ് 121 നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? ഷേക്സ്പിയർ 154 സോണറ്റ്സ് ആണ് എഴുതിയിട്ടുള്ളത്. ഈ ഒരു കളക്ഷൻ 1609 പ്രിന്റ് ചെയ്തത് ആരാണ്? നമുക്കും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. തോമസ് തോർപ്പാണ് ഇത് പ്രിന്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. തോമസ് തോർപ്പാണ്. Then the phrase dull sublunary lovers love is from the poem. ഏത് പോയിറ്റിന്റെ പോമിലാണ് ഡൾ സബ്ലൂണറി ലവേഴ്സ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്? അതാരുടേതാണ് എന്ന് നമുക്കറിയാം. ജോൺ ഡണ്ണിൻ്റെ ഏത് പോമാണ് നമുക്ക് പഠിക്കാനുള്ളത്? എ വാലിഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് അല്ലേ? ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറയുന്ന ഒരു സോണറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അതിലെ ഒരു വരിയാണ് ഡൾ സബ്ലൂണറി ലവേഴ്സ് ലവ്. നമ്മുടെ സ്നേഹം ഇവിടെ ഭൂമിയിലുള്ള വെറും ഒരു ഫിസിക്കലായിട്ടുള്ള ലവേഴ്സിൻ്റെ ഒരു സ്നേഹമല്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഫ്രൈസ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ജോൺ ഡൺ എഴുതിയ എ വാലഡിക്ഷൻ ഫോർബിഡിങ് മൗണിംഗ് എന്ന പോമിലെ വരികളാണിത്. ഇതിനടുത്ത ഡ്രാമയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ബേൺബറി ഈസ് ആൻ ഇമാജിനറി ക്യാരക്ടർ ഇൻ ദ പ്ലേ. ബേൺബറി എന്ന ഒരു സാങ്കല്പിക കഥാപാത്രം ഏത് പ്ലേയിലെയാണ്? ഓപ്ഷൻ സി ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർണസ്റ്റ്. ഓസ്കാർ വൈൽഡിൻ്റെ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർണസ്റ്റ് എന്ന ഈ ഒരു പ്ലേയിൽ ആൽഗനൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ആൽഗി എന്ന് പറയുന്ന. അപ്പോൾ ആൽഗനൺ അതേപോലെ ജാക്ക്, ഈ രണ്ടാളുകളും ഡബിൾ ലൈഫ് ലീഡ് ചെയ്യുന്ന ആളുകളാണ്. ആൽഗനൺ ഡബിൾ ലൈഫ് ലീഡ് ചെയ്യുന്ന സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ പേരാണ് ബേൺബറി. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല. ആൽഗനൺ ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതേപോലെ ജാക്ക് ഉണ്ടാക്കിയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഏണസ്റ്റ് എന്ന് പറയുന്ന ഇമാജിനറി ബ്രദറിനെ കാണുന്നതിന് വേണ്ടിയാണ് ജാക്ക് നിരന്തരം ടൗണിലേക്ക് പോകുന്നത്. സോ ആൽഗനൺ ഉണ്ടാക്കുന്ന ഇമാജിനറി ക്യാരക്ടറാണ് ബേൺബറി. ജാക്ക് ഉണ്ടാക്കുന്ന ഇമാജിനറി ക്യാരക്ടറാണ് ഏർണസ്റ്റ്. ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക.
ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ദ സ്റ്റേറ്റ്മെന്റ് ബ്യൂട്ടി ഈസ് ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ബ്യൂട്ടി അപ്പിയേഴ്സ് ഇൻ ദ ഡാഷ് സ്റ്റാൻഡ്സ് ഓഫ് കീറ്റ്സ്. ജോൺ കീറ്റ്സിന്റെ ഏത് പോമിലാണ്? ഏത് പോമെന്ന് ഇവിടെയൊന്നും പറയുന്നില്ല അല്ലേ? ഓഡ് ഓൺ ഗ്രേഷ്യൻ ഏൺ, ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ എന്ന കവിതയിലെ അവസാനത്തെ വരിയാണ് ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ദെൻ ട്രൂത്ത് ഈസ് ബ്യൂട്ടി എന്ന് പറയുന്നത് ലാസ്റ്റ് വരിയാണ്. ദെൻ ഡാഷ് ഈസ് ദ പ്രൊഫസർ ഇൻ ഷാസ് പിഗ്മാലിയൻ. GB ഷായുടെ പിഗ്മാലിയൻ എന്ന പ്ലേ ഉണ്ട് അല്ലേ? ആ ഒരു പ്ലേയിലെ പ്രൊഫസർ ഹിഗിൻസ് ആണ്. അദ്ദേഹം ഏത് വിഷയത്തിലെ പ്രൊഫസറാണെന്ന് ചോദിച്ചാൽ ഫോണറ്റിക്സ് ആണ്. ഫോണറ്റിക്സ് പ്രൊഫസറാണ് നമ്മുടെ ഹിഗിൻസ്. സെറ്റല്ലേ? ദെൻ അടുത്ത ചോദ്യം ഇന്ത്യൻ എസ്തറ്റിസവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇൻ സാൻസ്ക്രിറ്റ് ലിറ്റററി ക്രിറ്റിസിസം ഡാഷ് is considered as the ultimate end of literature, the highest aesthetic value, which is an end in itself. നമ്മുടെ ഇന്ത്യൻ എസ്തറ്റിസവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഹയസ്റ്റ് എസ്തറ്റിക് വാല്യൂ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ലിറ്ററേച്ചറിന്റെ അൾട്ടിമേറ്റ് എൻഡ് എന്ന് പറയുന്നത് രസയാണ് കേട്ടോ. രസാ തിയറി നമുക്ക് പഠിക്കാൻ തന്നെയുണ്ട്, രസയാണ് എന്ന് പഠിച്ചു വെക്കുക. Then the emotions that are delineated in literature as more abiding, lasting are called. ദീർഘനാൾ നിലനിൽക്കുന്ന ഇമോഷൻസിനെ പറയുന്ന പേര് സ്ഥായി ഭാവ എന്നാണ് കേട്ടോ. സ്ഥായി ഭാവ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓപ്ഷൻ എ ആണ് കേട്ടോ. ലാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ സ്ഥായി ആയതെന്ന് പറയുമ്പോൾ തന്നെ നിലനിൽക്കുന്നത് എന്ന് ഓർക്കുക. then അടുത്ത ചോദ്യം, ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ സിലബസിൽ പറയുന്നില്ല, എങ്കിലും ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ആർട്ടിസ്റ്റിക്കലി ഡിവൈസ്ഡ് സൗണ്ട് പാറ്റേൺസ് ലൈക്ക് അനുപ്രസ, യാമക, ശ്ലേഷ, ഇങ്ങനെയുള്ള സൗണ്ട് പാറ്റേൺ. അപ്പോൾ സൗണ്ട് പാറ്റേൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം ശബ്ദാലങ്കാരത്തിന്റെ ഭാഗമാണ് കേട്ടോ. ശബ്ദാലങ്കാരത്തിന്റെ ഭാഗം. അപ്പോൾ അവിടെ സൗണ്ട്, ശബ്ദം എന്ന രീതിയിൽ തന്നെ ഓർത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സെറ്റല്ലേ? സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ വളരെ സ്പീഡിൽ PYQs മാത്രമാണ് പറയുന്നത്, ഒരുപാട് എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. അപ്പോൾ PSC ഏതൊക്കെ നിലവാരങ്ങളിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കൊരു ഐഡിയ കൂടി കിട്ടും. അപ്പോൾ ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. പുതിയൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.